ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉത്തമഗീതത്തിൽ നിന്നിട്ട് ഉത്തമഗീത പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം വായിക്കാം. ഷാരോണിലെ പനീർപ്പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്. ഞാൻ വചനത്തിൽ പറയാണ്, ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവാകുന്നു, അല്ലെങ്കിൽ ലില്ലിപ്പൂവാകുന്നു. പൊതുവെ നാം ഈ വചനത്തെ യേശു ക്രിസ്തുവിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് പതിവ്. യേശുവിനെ ഷാരോനിലെ രാജാവ് എന്ന് പറഞ്ഞു പുകഴ്ത്തുന്നു. അതേ വാസ്തവത്തിൽ അവൻ സൗരഭ്യം വീശുന്ന പനിനീർ പുഷ്പമായും ഹൃദയത്തെ ആകർഷിക്കുന്ന താമരപ്പൂവായും ഇരിക്കുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഉത്തമഗീതത്തിലുള്ള ഈ വചനം മൂലഭാഷയിൽ പറയുമ്പോൾ മണവാട്ടി തന്നെക്കുറിച്ച് സംസാരിക്കുന്നതായി എഴുതിയിരിക്കുന്നു. ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരപ്പൂവുമായി ഇരിക്കുന്നുവെന്ന് സ്ത്രീകളിൽ അതിസുന്ദരിയാണെന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ പ്രാണപ്രിയൻ അവളെ നോക്കി, പല്ലുകളുടെ ഇടയിൽ താമര എങ്ങനെ ഇരിക്കുന്നുവോ, അല്ലെങ്കിൽ മുള്ളുകളുടെ ഇടയിൽ താമര എങ്ങനെ ഇരിക്കുന്നുവോ, അതുപോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പുകഴ്ത്തുന്നു. നിങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് മുൻപിൽ ഈ രണ്ട് പുഷ്പങ്ങളെയും വെച്ച് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് എല്ലാവർക്കും ദൃശ്യമാകും വിധം ഷാരോൻ കുന്നിലെ പുഷ്ടി നിറഞ്ഞ നിലത്തിൽ കണ്ണുകളെ ആകർഷിക്കും വിധത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതാണ് പനിനീർ പുഷ്പം. ഇത് പകൽ സമയത്ത് വിരിയുന്നു. എന്നാൽ മറുവശത്ത് ആർക്കും എളുപ്പം കാണാൻ കഴിയാത്ത വിധത്തിൽ താഴ്വരകളിലെ മുള്ളുകളുടെ ഇടയിൽ രാത്രിയിൽ വിരിഞ്ഞ് സൗരഭ്യം വീശുന്ന താമരപ്പൂ. നാം പകലും കർത്താവിന് വേണ്ടി സൗരഭ്യം വീശണം, രാത്രിയിലും നാം സൗരഭ്യം വീശണം. ഫലപുഷ്ടി നിറഞ്ഞ ദിവസങ്ങളിലും ആത്മാവിന് വേണ്ടി സൗരഭ്യം വീശണം. ഫലപുഷ്ടി നിറഞ്ഞ ദിവസങ്ങളല്ലെങ്കിലും സൗരഭ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാവുന്നു. ആർക്കും ചൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രാത്രി വരുന്നുവെന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൽ 4-ലും പറഞ്ഞാണ്. ആകയാൽ അവൻ പകൽ മുഴുവനും പട്ടണങ്ങൾ തോറും നടന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചു വന്നു. അവൻ്റെ ജീവിതം രാത്രിയും പകലും സൗരഭ്യം വീശുന്ന ജീവിതമാകുന്നു. പനിനീർ പുഷ്പത്തിൻ്റെ നിറം ചുവപ്പാകുന്നു. അത് യേശുവിൻ്റെ രക്തത്തെയും ത്യാഗത്തെയും കാൽവരി മരണത്തെയും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു സന്ദർഭത്തിൽ പോലും പിറുപിറുക്കാതെ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെ സൗരഭ്യവാസന വീശി. താമരപ്പൂ വെള്ളയാകുന്നു. അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെയും നിഷ്കളങ്കത ജീവിതത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന പോലെ നാമും വിശുദ്ധിയോടെ ജീവിക്കണമല്ലോ. ലോകത്തിലുള്ള ഏതൊരു വാസനയെക്കാളും ഉപരി വിശുദ്ധിയുടെ വാസന വളരെ മാധുര്യവും മഹനീയമാവുന്നു. ഉത്തമഗീതത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തീയതിയിൽ വീണ്ടും പറയുന്നുണ്ട്, നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. ഉത്തമഗീതത്തിൽ 2-ലെ നെക്സ്റ്റ് വചനം പറയാണ്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകകളുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. ആയിരക്കണക്കിന് മലരുകളിൽ വെച്ച് വളരെ വിശിഷ്ടമായ ഒരു പുഷ്പമാണ് താമര. സാധാരണ പുഷ്പങ്ങളുടെ വാസന 10 അടി അല്ലെങ്കിൽ 20 അടി ദൂരം മാത്രമേ ഉണ്ടാവൂ. എന്നാൽ മുള്ളുകളുടെ ഇടയിൽ നിൽക്കുന്ന ആ പൂവിൻ മുള്ളുകൾ കുത്തുമ്പോഴുണ്ടാവുന്ന വാസന കാറ്റിലൂടെ 2 മൈൽ 3 മൈൽ ദൂരം വരെ പോകാൻ സാധ്യതയുണ്ട്. ഫിലിപ്പീൻസ് രാജ്യത്തിലെ ഒരു സഹോദരനെ എനിക്കറിയാം.
അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു നല്ല ജോലി ചെയ്യുകയാണ്. രഹസ്യമായി ഒരു പ്രാർത്ഥനാ സംഘവും നടത്തി വന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം സർക്കാർ അത് കണ്ടുപിടിച്ചു. അയാളെ തടവിലാക്കി. വളരെയധികം കഷ്ടങ്ങളും അദ്ദേഹം സഹിച്ചു. ആ സമയത്താണ് അവൻ അതിൻ്റെ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധം ശക്തമായി പ്രാർത്ഥിച്ചത്. അങ്ങനെ അവൻ്റെ വാസന അവിടെയുള്ള ദുഷ്ട പോലീസ് അധികാരികൾക്കും നുകർന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അദ്ദേഹം തങ്ങിയിരുന്ന അറ മുഴുവൻ നിറഞ്ഞു. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നവനെ ഫിലിപ്പീൻസ് സർക്കാരും അമേരിക്കൻ സർക്കാരും മുന്നിട്ട് വന്നു. വിമോചനം ലഭിച്ചതിന് ശേഷം അവൻ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠനായ ക്രൈസ്തവനായി ജ്വലിച്ച് പ്രകാശിക്കുന്ന സ്വർണമായി പുറത്തേക്ക് വന്നു. പുഷ്പങ്ങളെ കർത്താവ് 2ആയി പിരിച്ച് പകലിൽ വിരിയുന്ന പനിനീർ പുഷ്പത്തോടും രാത്രിയിൽ വിരിയുന്ന താമരയോടും ഉപമിച്ചതുപോലെ ശിഷ്യന്മാരെ കർത്താവ് 2ആയി പിരിച്ചു. ഒന്ന് പകൽ സമയത്ത് അവനെ പിന്തുടരുന്ന പരസ്യ ശിഷ്യന്മാർ, മറ്റൊന്ന് രാത്രിയിൽ അവനെ പിന്തുടർന്ന് രഹസ്യ ശിഷ്യന്മാർ. യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാർ പകൽ സമയത്ത് അവനെ പിന്തുടർന്ന് വാസന വീശുന്ന പനിനീർ പുഷ്പങ്ങളായി കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം രാത്രിയിൽ അവനെ പിന്തുടരുന്ന രഹസ്യ ശിഷ്യന്മാർ നിക്കോദമോസും അരിമത്തായിലെ ജോസഫും വാസന വീശുന്ന താമര പുഷ്പങ്ങളെ പോലെ കാണപ്പെടുന്നു. ഇന്നും കർത്താവിൻ്റെ സഭ 2 വിധത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു. എല്ലാവരും ദർശിക്കുന്ന പരസ്യസഭ, മറ്റൊന്ന് റഷ്യയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ തടസ്സങ്ങളുടെ മധ്യത്തിൽ രഹസ്യമായി ശുശ്രൂഷ ചെയ്യുന്ന സഭകളും ഇന്നും രണ്ടും ചേർന്നതാണ്. ദൈവസഭ അല്ലെങ്കിൽ ഈ 2 അവസ്ഥകളും ചേർന്നതാണ് ദൈവസഭ. ഈ 2 സഭകൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരസ്യ ജീവിതത്തെയും രഹസ്യ ജീവിതത്തിലും കർത്താവിന് വേണ്ടി സൗരഭ്യം വീശുന്നവരായി കാണപ്പെടണം. ഉത്തമഗീതത്തിലെ 2-13 വീണ്ടും പറയാണ്ട്, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളികൾ പൂത്ത് സുഗന്ധം വീശുന്നു, എൻ്റെ പ്രിയേ എഴുന്നേൽക്ക്, എൻ്റെ സുന്ദരി വരിക. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ക്രിസ്തുവിൻ്റെ തിരുവചനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനത്തിൻ്റെ ആ സൗരഭ്യം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും അവിടെ അതിന് ഉത്തരം കർത്താവ് തീർച്ചയായിട്ടും തരും. ഇതാണ് ഈ വചനത്തിലൂടെ നിന്ന് പറയാൻ, ഉത്തമഗീതത്തിലെ ഈ വചനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. അത്തിക്കായകൾ പഴുക്കുന്നുണ്ട്, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നുണ്ട്, എൻ്റെ പ്രിയെ എഴുന്നേൽക്കുക, എൻ്റെ സുന്ദരി വരിക. കാരണം ചെയ്യാനുള്ള നമ്മുടെ സുവിശേഷങ്ങൾ, വചനം ഏതൊരവസ്ഥയിലായാലും, രാത്രിയായാലും പകലായാലും നമ്മൾ കൊടുക്കുന്ന വചനം, കർത്താവിൻ്റെ തിരുവചനം മറ്റുള്ളവരിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെയില്ല. അതാണ് ഉത്തമഗീതത്തിൽ 1:3 പറഞ്ഞ്, നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഉത്തമഗീതം 1:3. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്റെ തിരുവചനത്താൻ്റെ സൗരഭ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ നിന്റെ പ്രസ്ഥാനത്തിൻ്റെ അഭിഷേകത്താൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും അനുഗ്രഹം ചൊരിയണമേ. ഹല്ലേലൂയ.